ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കളിക്കോടിന്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയും സുധീഷും ഒന്നിക്കുമ്പോൾ വർഷങ്ങളായി ആ കുടുംബം ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യത്തിന്റെ ചുരുളഴിയുകയാണ് ഇവിടെ. അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ പതിവ് പോലെ നിധിയും സുഭാഷും പിന്നെ ഹരീഷും നികേഷും സുധീഷും ഒക്കെ ഒന്നിച്ചു കൂടിയതോടെ ആ വീടാകെ ബഹളമയമായിരിക്കുകയാണ്. ചിരിയും കളിയും കുസൃതിയുമായി ഒരു ആഘോഷം തന്നെ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. സംസാരത്തിനിടയിൽ നികേഷ് തന്റെ വലിയൊരു ആഗ്രഹം പങ്കുവെക്കുകയാണ്. തനിക്ക് പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണമെന്നുള്ള ആഗ്രഹം. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും സുധീഷ് ഒന്ന് മൂഡ് ഔട്ട് ആകുന്നുണ്ട്. ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നിധി ചോദിക്കുകയാണ് സുധീഷിനോട്, എന്താ സുധീഷ് ഒന്നും മിണ്ടാത്തത്? നിന്റെ ആ വലിയ വർക്ക്ഷോപ്പ് വിശേഷങ്ങളൊക്കെ എവിടെ പോയി? ഇനി പുതിയ വല്ല കള്ളവും ആലോചിക്കുന്നതാണോ നീ? പെട്ടെന്നുള്ള നിധിയുടെ ചോദ്യത്തിന്, നിനക്ക് എപ്പോഴും ഇതേ ഉള്ളോ പരിപാടി? അന്നത്തെ ആ പ്രത്യേക സാഹചര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ കള്ളം പറയണമെന്നുണ്ടായിട്ടല്ല എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് ഇവർക്കിടയിലേക്ക് സുഭാഷ് ഇടപെടുന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണം റെഡിയായിരുന്നു. ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് സുഭാഷ് പറയുന്നുണ്ട്. മോളെ നിധി, ഞാൻ പണിക്ക് പോവുകയാണ്. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും കൃത്യസമയത്ത് കഴിക്കണം. വീടിനെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ആലോചിച്ച് നീ ഒട്ടും വിഷമിക്കേണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ നിധിയുടെ മനസ്സ് നിറയുകയാണ്. സ്വന്തം സഹോദരനേക്കാൾ സ്നേഹിക്കുന്ന ഒരു ഏട്ടനെയും ഒരു കൂട്ടം നല്ല സഹോദരങ്ങളെയും ലഭിച്ചതിൽ നിധി അതിയായി സന്തോഷിക്കുന്നു. ശരി സുഭാഷ് ഏട്ടാ, ഏട്ടൻ ധൈര്യമായി ജോലിക്ക് പോയി വരും എന്ന് പറഞ്ഞ് നിധി സുഭാഷിനെ യാത്ര അയക്കുന്നു. എല്ലാവരും പോയി കഴിഞ്ഞ് അടുക്കളയുടെ ഒരു വശത്തിരുന്ന പഴയൊരു ചാക്ക് നിധിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആകാംക്ഷയോടെ അവൾ അത് തുറന്നു നോക്കി. പൊടി പിടിച്ച കുറെ പഴയ പാത്രങ്ങളും ചില ഫോട്ടോകളുമായിരുന്നു അതിൽ. സുഭാഷിന്റെ അമ്മയുടെ ചിത്രം കാണാൻ അവൾക്ക് പണ്ടേ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആദ്യം കയ്യിൽ കിട്ടിയ ചിത്രങ്ങളിലൊന്നും അമ്മയുടെ മുഖം വ്യക്തമായിരുന്നില്ല. അമ്മയെ ഒന്ന് കാണണമെന്ന് എത്ര ആഗ്രഹിച്ചതാണ്, ഇതിലൊന്നും മുഖം തെളിയുന്നില്ലല്ലോ എന്ന് നിധി സ്വയം പരിതപിച്ചു. ഏതായാലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത നിധി ആ ചാക്കിലെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് തട്ടിയിട്ടു. അപ്പോഴാണ് അവള് തിരഞ്ഞ ആ ചിത്രം കണ്ണിൽപ്പെട്ടത്. സുഭാഷിന്റെ അമ്മയുടെ മുഖം വളരെ വ്യക്തമായി കാണാവുന്ന ഒരു ഫോട്ടോ. എന്നാൽ ആ മുഖം കണ്ടതും നിധി ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. ഈ മുഖം, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവളുടെ ഉള്ളിൽ പഴയ ഓർമ്മകൾ മിന്നി മറഞ്ഞു. തന്റെ വീട്ടിലെ സ്റ്റോർ റൂമിൽ പഴയ പുസ്തകങ്ങൾ തിരയുന്നതിനിടയിൽ ഇതേ ചിത്രം ഞാൻ കണ്ടിരുന്നു. അന്ന് അത് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങുമ്പോഴാണ് അച്ഛനും അമ്മയും വന്ന് തടഞ്ഞത്. അവിടെ പാമ്പോ മറ്റോ കാണും. പഴയ സാധനങ്ങൾക്കിടയിൽ നിൽക്കാതെ ഇങ്ങ് പോരെന്ന് പറഞ്ഞ് അവരവളെ അന്ന് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അന്ന് ആ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സംശയം ഉണ്ടാകില്ലായിരുന്നു. അതേ രൂപം, അതേ ഛായ. ഇത് സുഭാഷ് ഏട്ടന്റെ അമ്മ തന്നെയാണോ, അതോ എന്റെ വീട്ടിൽ കണ്ട ആ സ്ത്രീയാണോ? നിധിയുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഇരമ്പിക്കയറി. ഈ വലിയ രഹസ്യം പങ്കുവെക്കാനായി നിധി പിന്നെ പരിഭ്രമത്തോടെ തന്റെ ഏട്ടത്തിയെ വിളിക്കുകയാണ്. അങ്ങനെ സാന്ദ്രയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിധി പരിഭ്രമത്തോടെ പറയുകയാണ്, ഏട്ടത്തി, നമ്മുടെ പഴയ വീട്ടിലെ സ്റ്റോർ റൂമിൽ പൊടി പിടിച്ചു കിടന്നിരുന്ന ആ സ്ത്രീയുടെ ചിത്രം ഓർമ്മയില്ലേ? അതേ ചിത്രം ഞാൻ ഇവിടെ സുഭാഷ് ഏട്ടന്റെ വീട്ടിലും കണ്ടു. നിധിയുടെ ആ വാക്കുകൾ സാന്ദ്രയും ഞെട്ടിക്കുകയാണ്. തുടർന്ന് നിധി പറയുന്നുണ്ട്, വീട്ടിലെല്ലാവരും ജോലിക്ക് പോയ ഇടവേളയിൽ വെറുതെ ഇരുന്നപ്പോൾ ഒരു മൂലയിൽ കണ്ട പഴയ ചാക്കിലെ സാധനങ്ങൾ അടുക്കി വെക്കാൻ ശ്രമിച്ചതായിരുന്നു ഞാൻ. ആ കൂട്ടത്തിൽ നിന്നാണ് വർഷങ്ങൾ പഴക്കമുള്ള ആ ഫാമിലി ഫോട്ടോ എനിക്ക് കിട്ടിയത്. സുഭാഷ് ഏട്ടന്റെ അമ്മയെ കാണാമെന്ന പ്രതീക്ഷയിൽ നോക്കിയ താൻ കണ്ടത് തനിക്ക് ഏറെ സുപരിചിതമായ ആ മുഖമായിരുന്നു. ഏതായാലും തെളിച്ചം കുറവാണെങ്കിലും സംശയം തീർക്കാൻ അവൾ ആ ഫോട്ടോ ഫോണിൽ പകർത്തി സാന്ദ്രയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നാൽ സാന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ നടക്കും നിധി? നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഫോട്ടോ എങ്ങനെ അവിടെ എത്തും? നിധിക്കും അതിന് ഉത്തരവുണ്ടായിരുന്നില്ല. പിന്നീട് ഫോൺ വെച്ചതിന് ശേഷം സാന്ദ്ര അസ്വസ്ഥയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറച്ചു സമയത്തിന് ശേഷം അവള് നിധിയെ തിരിച്ചു വിളിക്കുകയാണ്. മോളെ, നീ അയച്ചത് അതേ ചിത്രം തന്നെയാണ്. അന്ന് നിന്റെ അച്ഛൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഇത് നിന്റെ അപ്പച്ചിയാണെന്നും ആരുടെയോ ഒപ്പം ഇറങ്ങിപ്പോയതാണെന്നും ആ ദേഷ്യം കൊണ്ടാണ് അച്ഛൻ ആ ഫോട്ടോ സ്റ്റോർ റൂമിലേക്ക് മാറ്റിയതെന്ന്. അങ്ങനെയാണെങ്കിൽ സുഭാഷിന്റെ അമ്മ നിന്റെ സ്വന്തം അപ്പച്ചിയാണോ? സാന്ദ്ര ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴും സാന്ദ്രയുടെ മനസ്സിൽ മറ്റൊരു ഭയം കൂടെയുണ്ട്. അതും നിധിയോട് ചോദിക്കുകയാണ്, മോളെ, ഇതിനി ശരിക്കും ഒരു കെണിയായിരിക്കുമോ? നീ അവരുടെ മുറപ്പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ട് സുധീഷ് നിന്നെ മനഃപൂർവ്വം പ്രണയിച്ച് വിവാഹം കഴിച്ച് അവിടുന്ന് മാറ്റിക്കൊണ്ട് വന്നതാണോ? പണ്ട് അപ്പച്ചിയോട് നിങ്ങളുടെ കുടുംബം കാണിച്ച ക്രൂരതയ്ക്ക് അവൻ പകരം വീട്ടുകയാണോ? എന്നാൽ നിധി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെയല്ല ഏട്ടത്തി, അവർക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ പോലും യാദൃശ്ചികമായിട്ടാണ് ഈ ഫോട്ടോ കണ്ടത്. എന്തായാലും നിധി സാന്ദ്രയോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് സുധീഷിനെ വിളിക്കുകയാണ്. നിധിയുടെ വിളി വന്ന സന്തോഷത്തിൽ സുധീഷ് ഫോൺ എടുത്തു. വിശേഷങ്ങൾക്കിടയിൽ വളരെ ലാഘവത്തോടെ നിധി ചോദിക്കുകയാണ് സുധീഷിനോട്, സുധീഷേ, നിന്റെ അമ്മയുടെ പേരെന്താ? വെറുതെ ഒന്ന് അറിയാൻ ചോദിച്ചതാ. അത് കേട്ട് സുധീഷ് ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പേര് പറഞ്ഞു കൊടുക്കുകയാണ് നിധിക്ക്. ആ പേര് കേട്ടതും നിധി അങ്ങ് തളർന്നു പോവുകയാണ്. തന്റെ അപ്പച്ചിയുടെ അതേ പേര്. അതോടെ തന്റെ അച്ഛന്റെ പെങ്ങൾ തന്നെയാണ് സുധീഷിന്റെ അമ്മ എന്ന് നിധി ഉറപ്പിക്കുകയാണ്. പിന്നീട് നിധിയുടെ വീട്ടിലാണെങ്കിൽ
അന്ന് രാത്രി ഡിന്നർ സമയത്ത് എല്ലാവരും ഒത്തുകൂടിയപ്പോഴാണ് സാന്ദ്ര ആ ഞെട്ടിക്കുന്ന കാര്യം അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിക്കാനുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് ആരും പെട്ടെന്ന് ദേഷ്യപ്പെടരുത്. അത് പിന്നെ നിധി എനിക്ക് ഇന്നൊരു ഫോട്ടോ അയച്ചു തന്നു. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിധിയുടെ പേര് പറഞ്ഞപ്പോഴേക്കും അരുണിന് ദേഷ്യം വരികയാണ്. അവളുമായി ഇനി ഒരു ബന്ധവും വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അവളുടെ ഒരു കാര്യവും ഇനി ഇവിടെ സംസാരിക്കരുതെന്ന് അരുൺ പറയുന്നുണ്ടെങ്കിലും സാന്ദ്ര പിന്മാറിയില്ല. ഇതൊന്ന് നോക്ക്, അവള് താമസിക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടിയ ചിത്രമാണിത്. സാന്ദ്ര തന്റെ ഫോണിലെ ഫോട്ടോ എല്ലാവർക്കുമായിട്ട് കാണിച്ചു കൊടുത്തു. ആ ചിത്രം കണ്ടതും നിധിയുടെ അച്ഛൻ കസേരയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അയാളുടെ മുഖമെല്ലാം ആകെ വിളറുകയും കണ്ണുകളിൽ ഭയം നെള്ളിക്കുകയും ചെയ്തു. സാന്ദ്ര കാണിച്ച ആ ചിത്രം കണ്ടതും ദേഷ്യവും പരിഭ്രമവും ഒക്കെ ആ മുഖത്ത് മാറി മറിഞ്ഞു. എന്നിട്ട് സാന്ദ്രയോടായിട്ട് ചോദിക്കുകയാണ്, അവളുടെ ഫോട്ടോയാണോ നിധി അവിടെ കണ്ടതെന്ന് നീ പറയുന്നത്? അതെ അച്ഛാ, നിധി എന്ന് വിളിച്ചിരുന്നു. സുധീഷിന്റെ വീട്ടിലെ പഴയ സാധനങ്ങൾക്കിടയിൽ നിന്നാണ് അവൾക്ക് ഈ ഫോട്ടോ കിട്ടിയത്. നമ്മുടെ സ്റ്റോർ റൂമിൽ കണ്ട അതേ ചിത്രം. സുധീഷിന്റെ അമ്മയുടെ ഫോട്ടോയാണ് ഇതെന്നാണ് അവള് പറയുന്നത്. ഇത് കേട്ടതും നിധിയുടെ അച്ഛനാകെ തകർന്നു പോയി. അപ്പൊ ഇതൊരു ആസൂത്രിതമായ നീക്കമായിരുന്നല്ലേ? അയാള് പല്ല് ഞെരിച്ചു പറഞ്ഞു. പണ്ട് അവളോട് ചെയ്തതിനെല്ലാം പകരം വീട്ടാൻ അവർ എന്റെ മകളെ തന്നെ കരുവാക്കി. കുടുംബത്തോടുള്ള വൈരാഗ്യം തീർക്കാൻ അവളെ വശീകരിച്ച് കൊണ്ടുപോയതാണ്. പണ്ട് വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയവൾക്ക് ഭർത്താവിന്റെ കൈകൊണ്ട് തന്നെ മരിക്കേണ്ടി വന്നു. ഇനി എന്റെ മകളുടെ ഗതി എന്താകുമോ ആവോ എന്നെല്ലാം വിഷമത്തോടെ അയാൾ പറയുന്നുണ്ട്. അച്ഛന്റെ വാക്കുകൾ കേട്ട് ഭയന്നു പോയ സാന്ദ്രയാണെങ്കിലും പിന്നീട് നിധിയെ വിളിക്കുന്നു. നിധി, നിന്റെ അപ്പച്ചിയുടെ മകൻ തന്നെയാണ് സുധീഷ്. നീ ചെന്നപ്പെട്ടിരിക്കുന്നത് ഒരു കെണിയിലാണ് മോളെ. നിന്റെ കുടുംബത്തോടുള്ള പ്രതികാരം തീർക്കാൻ അവർ നിന്നെ കരുതിക്കൂട്ടി തട്ടിക്കൊണ്ടു പോയതാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. നീ സൂക്ഷിക്കണം മോളെ. പക്ഷെ അപ്പോഴും നീതി അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഏട്ടത്തി, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആർക്കും എന്നെ അറിയില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. ഏതായാലും എനിക്കിപ്പോ സംസാരിക്കാൻ വയ്യ. അങ്ങനെ പറഞ്ഞ് വിഷമത്തോടെ നിധി ഫോൺ കട്ട് ചെയ്യുന്നു. നിധി പിന്നീട് വിഷമിച്ചിരിക്കുമ്പോഴാണ് സുഭാഷ് അങ്ങോട്ട് വരുന്നത്. നിധിയുടെ മുഖത്തെ സങ്കടഭാവം കണ്ട് സുഭാഷ് അവളുടെ അരികിൽ ചെന്നിരുന്ന് ചോദിക്കുകയാണ്, എന്തു പറ്റി മോളെ? നിന്റെ മുഖം കണ്ടാൽ എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഉടനെ നിധി പതിയെ ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, അമ്മയുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലേ? അവരുടെ ബന്ധുക്കളാരും നിങ്ങളെ അന്വേഷിച്ച് വരാറില്ലേ? ഓ, അതൊക്കെ ആരന്വേഷിക്കാനാണ് മോളെ. അച്ഛൻ അമ്മയെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അതിനുശേഷം അമ്മയുടെ വീട്ടുകാർ ആരും ഈ വഴിക്ക് വന്നിട്ടില്ല. അവർക്ക് ഞങ്ങളോടൊക്കെ വെറുപ്പായിരുന്നു. പിന്നീട് അച്ഛൻ അമ്മയെ കൊന്നു എന്ന് ആരോപിച്ച് ജയിലിലായതോടെ ആ ബന്ധം പൂർണ്ണമായും അറ്റുപോയി. അമ്മയുടെ കുടുംബം എവിടെയാണെന്നോ അവർക്ക് ഞങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സുഭാഷിന്റെ വാക്കുകൾ കേട്ടപ്പോൾ നിധിയുടെ ഉള്ളിൽ ഒരു കനൽ എരിയുകയായിരുന്നു. സത്യങ്ങൾ ഇത്രയടുത്ത് നിൽക്കുമ്പോഴും അത് ആരോടും പറയാനാവാതെ അവൾ നീറി. നിധിയുടെ മൗനം കണ്ട് സുഭാഷ് വീണ്ടും ചോദിക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഏട്ടനോട് പറ മോളെ. നിന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടുമല്ലോ. ഒടുവിൽ നിധിയാണെങ്കിൽ പതർച്ചയോടെ പറഞ്ഞു തുടങ്ങി, സുഭാഷ് ഏട്ടാ, എനിക്കൊരു വലിയ കാര്യം വെളിപ്പെടുത്താനുണ്ട്. ഇന്ന് വെറുതെ പഴയ സാധനങ്ങൾ നോക്കുന്നതിനിടയിലാണ് ഞാൻ അമ്മയുടെ ആ ഫോട്ടോ കണ്ടത്. അത് കണ്ടപ്പോൾ ഞാൻ തരിച്ചുപോയി. കാരണം ഇതേ ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീടിന്റെ സ്റ്റോർ റൂമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും കേൾക്കുന്നതും സുഭാഷ് അവളെ അത്ഭുതത്തോടെ നോക്കി. നിധി തുടർന്ന് പറയുകയാണ്, അന്ന് ആ ഫോട്ടോയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ എന്നെ ശകാരിച്ചു. പിന്നീട് രഹസ്യമായി പറഞ്ഞു തന്നു അതെന്റെ അപ്പച്ചിയാണെന്നും വീട്ടുകാരെ ധിക്കരിച്ച് ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയവളാണെന്നും ഇനി ആ പേര് ഈ വീട്ടിൽ ഉച്ചരിക്കരുതെന്നും അച്ഛൻ എന്നെ വിലക്കിയിരുന്നു. സുഭാഷ് ഏട്ടാ, ഇത്രയും കാലം ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങളുടെ അമ്മ എന്റെ സ്വന്തം അപ്പച്ചിയാണെന്ന്. നിധിയുടെ വാക്കുകൾ കേട്ട സുഭാഷിന്റെ കണ്ണുകൾ വിടർന്നു. ഒരു നിമിഷം സ്തബ്ധനായെങ്കിലും അവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. മോളെ, നീ ഈ പറയുന്നത് സത്യമാണോ? അപ്പോ നമ്മുടെ അമ്മ നിന്റെ അപ്പച്ചിയായിരുന്നു? ആ, നിന്നെയും സുധീഷിനെയും ദൈവം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് ഒന്നിച്ചതാകണം. ഈ ബന്ധം വെറുതെ ഉണ്ടായതല്ല. ഏതായാലും ഇവരുടെ ഈ സംഭാഷണം എല്ലാം കേട്ടുകൊണ്ട് നികേഷും അങ്ങോട്ട് വരികയാണ്. എന്താണ് ഏട്ടാ വിശേഷമെന്ന് അവൻ തിരക്കിയപ്പോ സുഭാഷ് അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. എന്നാൽ നികേഷ് വിട്ടില്ല. ഞാൻ എല്ലാം കേട്ടു ഏട്ടാ. അപ്പൊ നമ്മുടെ ഏട്ടത്തി വെറും ഒരു ഏട്ടത്തിയല്ല, നമ്മുടെ സ്വന്തം രക്തം തന്നെയാണല്ലേ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ദൈവം എത്ര മനോഹരമായാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നികേഷിന്റെ വാക്കുകളുടെ ആവേശവും ആത്മവിശ്വാസവും ഒക്കെ കണ്ടപ്പോൾ നിധിയുടെ ഉള്ളിലും വല്ലാത്തൊരു ആശ്വാസം തോന്നുകയാണ്. തന്റെ സ്വന്തം വീട്ടിൽ ജനിച്ചു വളർന്നിട്ടും സഹോദരങ്ങളിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹവും പരിഗണനയും ഇവിടെ ഈ വീട്ടിൽ നിന്ന് ലഭിക്കുന്നത് കണ്ടപ്പോൾ നിധിയുടെ കണ്ണ് നിറഞ്ഞുപോയി. തന്നെ ഒരു അന്യായി കാണാതെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ അവർ നെഞ്ചേറ്റുന്നത് കണ്ടപ്പോൾ നിധിയുടെ മനസ്സ് നിറഞ്ഞു. എന്റെ അമ്മായിയമ്മ എന്റെ അപ്പച്ചി തന്നെയാണല്ലോ എന്നോർക്കുമ്പോൾ അവൾക്ക് സുധീഷിനോടുള്ള സ്നേഹം ഇരട്ടിക്കുകയായിരുന്നു. വിധിയുടെ നിയോഗം പോലെ തന്റെ ജീവിത പങ്കാളിയായി വന്നത് സ്വന്തം അപ്പച്ചിയുടെ മകനാണെന്ന തിരിച്ചറിവ് നിധിയെ വല്ലാതെ സന്തോഷിപ്പിച്ചു. തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഈ കുടുംബത്തെ ഇനി ഒരിക്കലും വിട്ടുപിരിയില്ലെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ സുഭാഷും നികേഷും കൂടെ നിധിയെ ആശ്വസിപ്പിക്കുമ്പോൾ പുറത്തുനിന്നും ബൈക്കിന്റെ ശബ്ദം കേൾക്കുകയാണ്. സുധീഷാണ് വരുന്നത്. അവനകത്തേക്ക് വന്നതും നികേഷ് ഓടിച്ചെന്ന് സുധീഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. സുധീഷ് അത് കണ്ടിട്ട് നിനക്കെന്താ വട്ട് പിടിച്ചോന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, സുധീഷേ, നീ ഇന്ന് ഭാഗ്യവാനാണ്. നീ തെരഞ്ഞെടുത്ത പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് വെറുതെ വന്നതല്ല.
അവളെ ദൈവം ഇങ്ങോട്ട് അയച്ചതാണ്. കാര്യമറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന സുധീഷിന്റെ മുന്നിലേക്ക് നിധി ആ പഴയ ഫോട്ടോയുമായി വന്നു. എന്നിട്ട് അറിയിക്കുകയാണ് ഇതെന്റെ അപ്പച്ചിയാണെന്ന്. അന്ന് എന്റെ വീട്ടിൽ നിന്ന് അച്ഛൻ പടിയിറക്കി വിട്ട് എന്റെ സ്വന്തം അപ്പച്ചി, ആ അപ്പച്ചിയുടെ മകനാണ് നീയെന്ന് ഞാൻ അറിഞ്ഞില്ല സുധീഷേ. സത്യം തിരിച്ചറിഞ്ഞ നിമിഷം സുധീഷും ആകെ തരിച്ചുപോയി. തന്റെ അമ്മ എപ്പോഴും പറയാറുള്ള ആ പഴയ വീടിനെ കുറിച്ചും അവിടുത്തെ സഹോദരനെ കുറിച്ചും അവൻ ഓർത്തു. അപ്പോ നിധി, നമ്മൾ തമ്മിലുള്ളത് വെറും ഒരു ബന്ധമല്ല, ഇത് രക്തബന്ധം കൂടിയാണല്ലോ. നിധിയെ സ്വന്തമാക്കിയതിലൂടെ നഷ്ടപ്പെട്ടു പോയ തന്റെ അമ്മയുടെ കുടുംബത്തെയാണ് താൻ തിരിച്ചു പിടിച്ചിരിക്കുന്നതെന്ന് സുധീഷിന് മനസ്സിലാവുകയാണ്.